കൊടകര ഗ്രാമപഞ്ചായത്തിന്റെയും കൊടകര കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ പാലിയേറ്റീവ് പദ്ധതിയിൽ ഉൾപ്പെട്ടവർക്കായി വിനോദയാത്ര സംഘടിപ്പിച്ചു. കൊടകര കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും ആരംഭിച്ച വിനോദയാത്ര കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. വളരെ സ്നേഹപൂർവ്വമാണ് ഗ്രാമപഞ്ചായത്ത് ഇങ്ങനെ ഒരു യാത്ര സംഘടിപ്പിക്കുന്നത്. പെയിൻ ആൻഡ് പാലിയേറ്റീവിൽ ഉൾപ്പെട്ട അവശരായ ആളുകൾക്ക് ഒരു ഉല്ലാസയാത്ര നമ്മളെല്ലാ കാലവും ചെയ്യാറുണ്ട്. കുറച്ചു കാലമായിട്ട് നമുക്ക് കാലാവസ്ഥ വ്യതിയാനത്തിനോടനുബന്ധിച്ച് അപ്രതീക്ഷിതമായിട്ടുള്ള വന്നിട്ടുള്ള മഴ അങ്ങനെയുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് യാത്ര ഒഴിവാക്കേണ്ടി വന്നത്. വീണ്ടും നമ്മളിനി ആരംഭിക്കുകയാണ്. ഇനി തുടർന്ന് വരുന്ന എല്ലാ രണ്ടാം ശനിയാഴ്ചകളിലും നമുക്ക് പറ്റാവുന്ന ഇടങ്ങളിലൊക്കെ പോവുകയും സന്തോഷിക്കുകയും ചെയ്യാവുന്ന യാത്രകൾ സംഘടിപ്പിക്കുകയാണ്. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷാജു അധ്യക്ഷത വഹിച്ചു. അംഗങ്ങളായ ജോയ് നെല്ലിശ്ശേരി, ദിവ്യ ഷാജു, ഷിനി ജെയ്സൺ, ആരോഗ്യ പ്രവർത്തകരായ ദിനേഷ് കുമാർ, സുധീർ, പാലിയേറ്റീവ് നഴ്സുമാരായ സിജി, ലേഖ, ആശാപ്രവർത്തകരായ ലില്ലി ജോയ്, മോളി ലോനപ്പൻ, ജയപ്രഭ, ഗീത എന്നിവർ ചേർന്ന് യാത്രയ്ക്ക് നേതൃത്വം നൽകി. കൊടകര ഗ്രാമപഞ്ചായത്തിലെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് വിഭാഗത്തിലുള്ള ആളുകളെ ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു പകൽ വിനോദയാത്ര ഇന്ന് കൊണ്ടുപോയിരുന്നു. അഴീക്കോട്, മുസിരീസ്, അതോടൊപ്പം തന്നെ കുഴുപ്പള്ളി ബീച്ച് എന്നീ സ്ഥലങ്ങളിലാണ് ഇന്ന് വിനോദയാത്ര പോയത്. കൊടകര ഗ്രാമപഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെയും നേതൃത്വത്തിൽ നമ്മുടെ പഞ്ചായത്തിൽ സാന്ത്വന പരിചരണത്തിൽ, അതായത് പാലിയേറ്റീവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വ്യക്തികളുമായിട്ട് നമ്മളൊരു ഉല്ലാസയാത്ര പോയി വരികയാണ്. ഇതിന് മുമ്പും ഇതിന് പോയിട്ടുണ്ട്. മിക്കവാറും എല്ലാ സെക്കൻഡ് സാറ്റർഡേ, രണ്ടാം ശനിയാഴ്ചകളിലാണ് ഇവരെ കൊണ്ടുപോകുന്നത്. പെയിൻ ആൻഡ് പാലിയേറ്റീവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 44 അംഗങ്ങൾ യാത്രയിൽ പങ്കെടുത്തു. കൊടകര സഹൃദയ കോളേജ് യാത്രയ്ക്ക് വേണ്ട വാഹന സൗകര്യം സൗജന്യമായി ഒരുക്കുകയും സുനിൽ വല്ലപ്പാടി എല്ലാവർക്കും ഭക്ഷണം ഏർപ്പാടാക്കുകയും ചെയ്തു. യാത്രയുടെ ഭാഗമായി കൊടുങ്ങല്ലൂർ മുസിരീസ്, അഴീക്കോട് പള്ളി, കുഴുപ്പുള്ളി ബീച്ച് എന്നിവിടങ്ങൾ സന്ദർശിച്ചു. ഇന്നത്തെ യാത്ര അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഞങ്ങളിപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ ഇങ്ങനൊരു യാത്രയിൽ പങ്കെടുക്കണേ. അപ്പോൾ അങ്ങോട്ട് പോയ യാത്ര അടിപൊളിയായിരുന്നു, തിരിച്ചു വന്നു അടിപൊളിയായി. ടൂർ ഏറ്റവും ബെസ്റ്റായിരുന്നു. പോയതും വന്നതും സഹകരിച്ചതും എല്ലാവർക്കും നന്ദി, താങ്ക്സ് ഉണ്ട്. ഞങ്ങൾക്ക് ഇന്നത്തെ പോക്കും വരവും എല്ലാം ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ഇതുമാതിരി ഇനിയും ഞങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞങ്ങൾ സന്തോഷിച്ച് എല്ലാവരും പോകാൻ പോകണം.